നമസ്കാരം. ഇക്കാലമത്രയും ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾക്ക് ഫിക്സഡ് ചിറകുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് അത്തരം വിമാനങ്ങളുടെ കാലം കഴിയാൻ പോവുകയാണ്. ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള മോർഫിംഗ് വിംഗ് സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് വിജയം കണ്ടിരിക്കുകയാണ് ഇന്ത്യ. പ്രവർത്തന ദൗത്യങ്ങൾക്കിടയിൽ വിമാനങ്ങൾക്ക് അവയുടെ ചിറകിന്റെ ആകൃതി ആവശ്യാനുസരണം മാറ്റാനാകും വിധമുള്ള സാങ്കേതിക വിദ്യയാണ് മോർഫിംഗ് വിംഗ്. നാസ, എയർബസ്, ഡാർപ തുടങ്ങിയ ആഗോള ഭീമന്മാർ പര്യവേക്ഷണം ചെയ്ത സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയാണ് ഈ വലിയ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസുമായി സഹകരിച്ച് മോർഫിംഗ് വിംഗ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാനും DRDOയ്ക്കായി. പറക്കൽ വേളകളിൽ പക്ഷികൾ അവയുടെ ചിറകുകൾക്ക് ആവശ്യാനുസരണം മാറ്റം വരുത്തുന്നതുപോലെ മോർഫിംഗ് വിംഗ്സ് സാങ്കേതിക വിദ്യ ആസ്പദമാക്കിയുള്ള യുദ്ധവിമാന ചിറകുകൾക്കും രൂപമാറ്റങ്ങൾ വരുത്താനാകും. എന്നാൽ സാധാരണ വിമാനങ്ങൾക്ക് അവയുടെ ചിറകുകളുടെ സ്വഭാവം മാറ്റാനാവില്ല. കഠിനമായ ലോഹ ചിറകുകളാണ് പരമ്പരാഗത വിമാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത്. മോർഫിംഗ് വിംഗ്സുകൾക്ക് ആകൃതി മാറ്റാനാകും. അവ വളയ്ക്കുന്നതിനും ആവശ്യാനുസരണം നീളം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുമൊക്കെ സാധിക്കും. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം സെറ്റാവാനും ഇത്തരം ചിറകുകൾക്കാകും. ഈ സാങ്കേതിക വിദ്യ വികസനത്തിനായി DRDO ചില പ്രത്യേക മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പരമ്പരാഗത ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ആക്യുവേറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ചൂടാകുമ്പോൾ ചുരുങ്ങുകയും തണുക്കുമ്പോൾ വികസിക്കുകയും ചെയ്യുന്ന ഭാരം കുറഞ്ഞ ലോഹങ്ങളായ ഷേപ്പ് മെമ്മറി അലോയ്സുകൾ അഥവാ SMAകളെയാണ് മോർഫിംഗ് വിംഗ്സ് സാങ്കേതിക വിദ്യയ്ക്കായി DRDO ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പൈലറ്റിന്റെയോ കൺട്രോളറുടെയോ ആവശ്യത്തിനും വ്യോമ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് റിയൽ ടൈം മാറ്റം വരുത്താനാകുന്ന മോർഫിംഗ് വിംഗ്സുകൾക്ക് ഗുണങ്ങൾ ഏറെയാണ്. അവ വിമാനം കൂടുതൽ നിയന്ത്രണ വിധേയമാക്കുകയും വിമാനം തിരിയുമ്പോഴും കുതിച്ചുയരുമ്പോഴും താഴുമ്പോഴും വേഗത കൂടുമ്പോഴും കുറയുമ്പോഴുമെല്ലാം ഈ സാങ്കേതിക വിദ്യ വിമാനത്തെ കൂടുതൽ സ്മൂത്താക്കും. ഇത്തരം സാങ്കേതിക വിദ്യ അവലംബിക്കുന്ന വിമാനങ്ങൾ ഇന്ധനം വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഉയർന്ന സ്റ്റെൽത്ത് ശേഷിയുള്ള മോർഫിംഗ് വിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്ന വിമാനങ്ങളെ റഡാറുകൾക്ക് തിരിച്ചറിയാൻ പ്രയാസകരമായിരിക്കും. ഈ സാങ്കേതിക വിദ്യ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നതിനും വർദ്ധിച്ച വേഗത കൈവരിക്കുന്നതിനും സഹായകരമാണ്. കൃത്യമായ തിരിയലിനും മറിയലിനുമെല്ലാം ഈ സാങ്കേതിക വിദ്യ യുദ്ധവിമാനങ്ങളെ പ്രാപ്തമാക്കുന്നു. മോർഫിംഗ് വിംഗ്സ് സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനങ്ങൾക്ക് അപകട സാധ്യതയും കുറവായിരിക്കും. ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ വലിയ നേട്ടമായി മാറുന്നു. ഈ സാങ്കേതിക വിദ്യ വിപ്ലവകരമായ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. DRDO മോർഫിംഗ് വിംഗിന്റെ പൂർണ്ണ ഫ്ലൈറ്റ് റെഡി വിംഗ് സെഗ്മെന്റ് ആദ്യമായി പരീക്ഷിച്ചത് 300 mm വിംഗ് സെക്ഷനുള്ള ചെറിയൊരു വിമാനത്തിലാണ്. പരീക്ഷണ വേളയിൽ ഈ വിമാനത്തിന്റെ ചിറകിന്റെ മുൻഭാഗം പറക്കുന്നതിനിടയിൽ സെക്കൻഡിൽ 35 ഡിഗ്രി ആകൃതി മാറ്റുകയുണ്ടായി. ഈ വിമാനത്തിന് വലിയ യന്ത്രശബ്ദമോ മെക്കാനിക്കൽ ജെർക്സോ ഒന്നുമില്ല. വളരെ സൂക്ഷ്മമായി ചലനം നിയന്ത്രിക്കുമെന്നതിനാൽ വിമാന നിയന്ത്രണവും സ്മൂത്തായി മാറും. ഇന്ത്യൻ വ്യോമശക്തിയുടെ ഭാവി വലിയൊരു സാങ്കേതിക പരിവർത്തനത്തിലേക്ക് മാറുകയാണെന്നതിന്റെ തെളിവ് കൂടിയാണ് രാജ്യം കൈവരിച്ചിരിക്കുന്ന മോർഫിംഗ് വിംഗ് സാങ്കേതിക വിദ്യ. രാജ്യത്തെ യുദ്ധവിമാനങ്ങൾക്ക് പൂർണ്ണമായും പുതുജീവൻ നൽകുന്ന ഒരു ഭാവിയാണ് ഈ പുതുപരീക്ഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ DRDO ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാനങ്ങളിൽ ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ 6ാം തലമുറ യുദ്ധവിമാന വികസനത്തിന് വളരെ നിർണായകമായൊരു സംഭാവനയാണ്. യുദ്ധവിമാനങ്ങളുടെ ചിലവ് കുറച്ച് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ഈ സാങ്കേതിക വിദ്യ ഏറെ സഹായകരമാണ്. മോർഫിംഗ് വിംഗ് ടെക്നോളജി വിജയകരമായി പരീക്ഷിച്ചതോടെ ഇന്ത്യ അഡാപ്റ്റീവ് ഫൈറ്റർ വിംഗ്സ് വികസിപ്പിച്ച രാജ്യങ്ങളിലൊന്നായാണ് മാറിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.